ഇന്റർനാഷണലിലെ ഒരു 40 വർഷം ഈ ഒരു വിജയാഘോഷ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് വരേണ്ടിയിരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ അവറുകളാണ്. അദ്ദേഹം ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അസാന്നിധ്യത്തിൽ നമുക്ക് മറ്റുള്ള വിശിഷ്ട വ്യക്തികളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫോർ ദി ഇനോഗ്രൽ സെറമണി, ladies and gentlemen, let's welcome our PJJ chairman, Mr. PJ Jason on stage. അതോടൊപ്പം തന്നെ നമ്മുടെ ജൂനിയർ ഡയറക്ടർ മിസ്റ്റർ ജാക്സൺ ജോൺസൺ, പ്ലീസ് ജോയിൻ us on stage. മറ്റ് വിശിഷ്ട വ്യക്തികളെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ കുഞ്ഞുമോൻ മറ്റത്തിൽ, ഇന്റർനാഷണൽ പർച്ചേസ് കോർഡിനേറ്റർ PJJ Fruits. ശ്രീ ഇന്ത്യ കോയ, പ്രസിഡന്റ് ഓൾ കേരള ഫ്രൂട്ട് മർച്ചന്റ് അസോസിയേഷൻ. ശ്രീ റോയ്, USA member Low Kerala Sabha. Shri Manoj, USA social worker. Shri AJ Thomas, Deputy Superintendent of Police, DYSP Muatpura. Shri M Ravi, Deputy Inspector General, State Commander of Indian Coast Guard. Shri Ritesh Malik, Director, Fruitsy IMC Canada. And Shri Vakachin Mattadil. ഈ ഒരു വിജയാഘോഷ പരിപാടി ഭാഗമാവാനായിട്ട് നിരവധി വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകാം. താങ്ക് യു സോ മച്ച് ഡെപ്യൂട്ടി ഫോർ ബീയിങ് എ പാർട്ട്. അപ്പം നമ്മുടെ ഈ ഒരു വിജയാഘോഷ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്കാണ് കടക്കുന്നത്. അതിലേക്കായി ഭാരതീയ സംസ്കാരത്തിന്റെ മുഴുവൻ പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഭദ്രദീപം തെളിയിച്ചാണ് ഈ ഒരു ചടങ്ങിന് തുടക്കം കുറിക്കുന്നത്. For that, may I please request all the dignitaries to step forward and do the honor of lighting the lamp. അടുത്തതായി നമ്മൾ അധ്യക്ഷ പ്രസംഗത്തിലേക്കാണ് കടക്കുന്നത്. അതിലേക്കായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ചെയർമാൻ ഓഫ് PJJ Fruits ശ്രീ PJ ജേസൺ അവറുകളാണ്. പക്ഷെ അദ്ദേഹം വേദിയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാം. ശ്രീ PJ ജേസൺ ബാല്യ കൗമാര വിദ്യാഭ്യാസത്തിന് ശേഷം തന്റെ സഹോദരനോടൊപ്പം പാലായിലെ ഫ്രൂട്ട്സ് ബിസിനസ്സിൽ ചേർന്നു. കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആദ്യകാലങ്ങൾ അദ്ദേഹത്തെ കരുത്തുറ്റ ധിഷണശാലിയായ ഇരുത്തം വന്ന ഒരു ബിസിനസ് ലീഡറാക്കി മാറ്റി. യശശരീരനായ സഹോദരൻ ശ്രീ PJ ജോൺസൺ പകർന്നു നൽകിയ ബിസിനസ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് PJJ ഫ്രൂട്ട്സ് ഇന്റർനാഷണലിനെ ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ട് നയിക്കുന്ന ശ്രീ PJ ജയ്സൺ പാലായ്ക്കപ്പുറം, കേരളത്തിനപ്പുറം, ഇന്ത്യക്കപ്പുറം ലോകമെമ്പാടും PJJയെ വളർത്തി വലുതാക്കിയ ക്രാന്തദർശി. സൗമ്യത, ലാളിത്യം, സഹാനുഭൂതി, സത്യസന്ധത, സൂക്ഷ്മത, കൃത്യനിഷ്ഠ, ഒപ്പം കഠിനാധ്വാനവും ഒത്തുചേർന്ന മാതൃകാ ബിസിനസ്മാൻ. നൂതനാശയങ്ങളെയും കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പരീക്ഷണങ്ങളെയും എന്നും ഇഷ്ടപ്പെടുന്ന ധൈര്യശാലി. സ്വന്തം ടീമിലെ ഏറ്റവും എളിയവനെ പോലും ചേർത്ത് നിർത്തുന്ന സ്നേഹസമ്പന്നൻ. നാട്ടുകാരും സുഹൃത്തുക്കളും, എന്തിന് ജീവനക്കാർ പോലും ജയ്സൺ ചേട്ടൻ എന്ന് വിളിക്കുന്ന കോർപ്പറേറ്റ് ജാടകൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പച്ചയായ സാഹോദര്യ സ്നേഹത്തിനുടമ. ശ്രീ PJ ജയ്സന്റെ നേതൃപാടവത്തെ കണ്ടറിഞ്ഞ ഓൾ കേരള ഫ്രൂട്ട് മർച്ചന്റ് അസോസിയേഷൻ അദ്ദേഹത്തെ സംസ്ഥാന നേതൃനിരയിലേക്ക് എടുക്കുകയും സംസ്ഥാന ട്രഷററായി അവരോധിക്കുകയും ചെയ്തു. വർഷത്തിന്റെ സിംഹഭാഗവും
ഇന്ത്യയിലും വിദേശത്തുമായി പഴത്തോട്ടങ്ങൾ തോറും സഞ്ചരിച്ച് നല്ല ഫ്രൂട്ട്സ് നേരിട്ട് കണ്ട് ശേഖരിക്കുവാൻ സദാ ശ്രദ്ധാലു. തിരക്കിനിടയിലും കിട്ടുന്ന നേരങ്ങളിൽ ഭാര്യ വിഷ്ടിക്കും മക്കളായ ജക്സൺ, ജോസൺ, ജോസിയ എന്നിവർക്കൊപ്പവും എല്ലാം തികഞ്ഞ ഗൃഹനാഥൻ. പുഞ്ചിരിയോടെ നെഞ്ചെടുപ്പോടെ വിജയം മാത്രം മനസ്സിൽ വച്ച് മുൻപിൽ നിന്ന് നയിക്കുന്ന പടനായകൻ PJJയുടെ അമരക്കാരൻ ശ്രീ PJ ജെയ്സൺ. ഇപ്പോ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈ ഫ്രൂട്ട്സ് ബിസിനസ് ചെയ്യുന്നവരോട് ഒരു മതിപ്പില്ല. എവിടെ ചെല്ലുമ്പോഴും പറയും, ഓ നിങ്ങൾ വഴക്കച്ചവടക്കാരല്ലേ, നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ, നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉള്ളൂ എന്നൊക്കെ പല സ്ഥലങ്ങളിലും കേട്ടു. അപ്പം ഞാൻ ചിന്തിച്ചു, ഫ്രൂട്ട്സ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ദൈവാനുഗ്രഹമുള്ളൊരു ബിസിനസ്സായിട്ടാണ് എനിക്ക് അന്നും തോന്നിയിട്ടുള്ളൂ, ഇന്നും തോന്നുന്നുള്ളൂ. കാരണം ഈ മേഖലയിലുള്ള എല്ലാ കച്ചവടക്കാരും നല്ല ആൾക്കാരാണ്. അവർ ഭയങ്കര സഹകരണത്തോടും വിശ്വാസത്തോടും കൂടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് ഈ ബിസിനസ് ഇന്ന് നല്ല രീതിയിൽ, അതായത് കൊറോണ വന്നു എങ്കിലും പലർക്കും വീഴ്ച ഉണ്ടായപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഫ്രൂട്ട്സ് ബിസിനസ്സിന് ഒരു നല്ലൊരു മൈലേജ് ഉണ്ടായി. അങ്ങനെ ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഒരു വെല്ലുവിളി ഉണ്ടായത് നമ്മുടെ ക്രേറ്റ്സാണ്. ക്രേറ്റ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രേറ്റുകൾ വർഷം വാങ്ങുന്നു. ആ വാങ്ങുന്ന ക്രേറ്റുകളെല്ലാം ഒരു സീസൺ പോലും തയ്ക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ പാതി ബിസിനസ്സുകാർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് നീങ്ങി തുടങ്ങി. അങ്ങനെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നി, ഈ ബിസിനസ്സിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി കാലം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് നമ്മളൊരു കേസ് ഇടുകയും ആ കേസിൻ്റെ പരിവർത്തനമായി നമുക്കൊരു വിധി കിട്ടുകയും ചെയ്തു. ആ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കച്ചവടക്കാർക്കും വേണ്ടി സമ്പാദിച്ചതാണ്. ആ വിധി നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള ബിസിനസ്സിൽ എല്ലാ ആ വിധി കൊണ്ട് നമുക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിധിയാണ്. അത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. വന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് നേരത്തെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീസൺ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹാപ്പി ന്യൂസ് എല്ലാവർക്കും എത്തിക്കാനായിട്ട് പോവാണ്. ഒരു കോർട്ട് ഓർഡർ വന്നിട്ടുണ്ട്. ആ ഒരു കോർട്ട് ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കോർട്ട് ഓർഡർ, അതൊരു വീഡിയോ പ്രസന്റേഷനായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ഓർഡറിനെ പറ്റിയിട്ട് ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും AJ തോമസ് സാർ ആയിരിക്കും വേദിയിലേക്ക് എത്തിച്ചേരുന്നത്. സോ ആദ്യം നമുക്ക് വീഡിയോ പ്രസന്റേഷൻ കാണാം. PJJ Fruits. Always fresh, always best. ഫ്രൂട്ട്സ് ബിസിനസ് ഒരു ഓർഗനൈസ്ഡ് ബിസിനസ്സായി പൂർണ്ണമായും ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. കൃഷിസ്ഥലങ്ങളിലും പരമ്പരാഗത മാർക്കറ്റുകളിലും സാധാരണ റീറ്റെയിൽ കടകളിലും വഴിയോരങ്ങളിലും നടക്കുന്ന ഫ്രൂട്ട്സ് ബിസിനസിനെ കൂടുതൽ പ്രൊഫഷണൽ ആക്കുന്ന പ്രക്രിയ ഇന്ന് എല്ലാ തലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ബിസിനസിന് പറ്റുന്ന രീതിയിലും ഫ്രൂട്ട്സ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിരക്ഷ ലഭിക്കുന്ന തരത്തിലും നിയമങ്ങളും ചട്ടങ്ങളും ഇന്നും രൂപീകൃതമായിട്ടില്ല. കൃത്യമായ നിയമങ്ങളുടെ അപര്യാപ്തത മൂലം ഫ്രൂട്ട്സ് വ്യാപാരികൾക്ക് വലിയ നഷ്ടങ്ങളും അടിക്കടി ഉണ്ടാകാറുണ്ട്.
ഫ്രൂട്ട്സ് വ്യാപാര സമൂഹത്തിന് ഈ നഷ്ടം ഏറ്റവും അധികം ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സ് ക്രയവിക്രയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ക്രേറ്റുകൾ അല്ലെങ്കിൽ ട്രേ തിരികെ ലഭിക്കാതിരിക്കുമ്പോഴാണ്. വിലപിടിപ്പുള്ള ഈ ക്രേറ്റുകൾ ഉടമകൾക്ക് തിരികെ ലഭിക്കുന്നതിനായി വിവിധ പദ്ധതികൾ ആലോചിച്ചെങ്കിലും ഒന്നും ഒരിടത്തും നടപ്പാക്കുവാൻ സാധിച്ചിട്ടില്ല. PJJ ഫ്രൂട്ട്സിന് മാത്രം ഒരു വർഷം ഒരു ക്രേറ്റിന് ഏകദേശം 400 രൂപ വില വരുന്ന 25,000 ക്രേറ്റുകളെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഈ നഷ്ടത്തിന്റെ ഭീകരത മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഫ്രൂട്ട്സ് വ്യാപാരി എന്ന നിലയിലും ഓൾ കേരള ഫ്രൂട്ട്സ് മെർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ എന്ന നിലയിലും ക്രേറ്റുകൾ നഷ്ടപ്പെടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കി ഫ്രൂട്ട്സ് വ്യാപാര സമൂഹത്തിന് പ്രയോജനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ PJJ ഫ്രൂട്ട്സ് ചെയർമാൻ ശ്രീ PJ ജയ്സൺ വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടം നടത്തുകയുണ്ടായി. ഈ പോരാട്ടത്തിനൊടുവിൽ PJJയുടെ രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് മുദ്രണമുള്ള ക്രേറ്റുകൾ മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നും ഈ ക്രേറ്റുകൾ കൈവശം വച്ചിരിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കാമെന്നും ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കോടതി വിധി പ്രസ്താവിക്കുകയുണ്ടായി. ഇത്തരമൊരു കോടതി വിധി ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ഫ്രൂട്ട്സ് ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കുന്നത്. ഈ വിധി ഇന്ത്യയിലെ എല്ലാ ഫ്രൂട്ട്സ് വ്യാപാരികൾക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന ഒന്നാണെന്ന് സസന്തോഷം അറിയിക്കട്ടെ. വിധിന്യായത്തിന്റെ സംക്ഷിപ്ത രൂപം ഇപ്രകാരമാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കോടതി എറണാകുളം കേസ് നമ്പർ 35/2021 PJ ജോൺസൺസ് ഫ്രൂട്ട്സ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വാദി കമ്പനി കമ്പനീസ് ആക്ട് 1956 പ്രകാരം രൂപീകൃതമായതും ട്രേഡ് മാർക്ക് ആക്ട് 1999 പ്രകാരം 644288 നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1352674 നമ്പറായി ട്രേഡ് മാർക്ക് രജിസ്ട്രാർ രജിസ്ട്രേഷൻ അനുവദിച്ചിട്ടുള്ളതുമാണ്. വാദി കമ്പനി അവരുടെ ട്രേഡ് മാർക്ക് പതിപ്പിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ട്രേ അഥവാ ക്രേറ്റിലാണ് ഫ്രൂട്ട്സ് വിൽപ്പന നടത്തുന്നത്. വാദി കമ്പനിയുടെ ട്രേ വ്യാപകമായി ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് വാദി കമ്പനി എറണാകുളം ജില്ലാ കോടതിക്ക് മുൻപാകെ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളതും ആയത് അനുവദിച്ചിട്ടുള്ളതുമാണ്. വാദി കമ്പനി സിവിൽ പ്രൊസീജിയർ കോഡ് ഓർഡർ 1 റൂൾ 8 പ്രകാരവും ട്രേഡ് മാർക്ക് നിയമപ്രകാരവും സമർപ്പിച്ച ഹർജിയും പ്രസ്തുത വിധിന്യായവും ഇന്ത്യ മുഴുക്കെ നിലനിൽക്കുന്നതുമാണ്. വിധിന്യായത്തിലെ പ്രസക്ത ഭാഗങ്ങൾ: വാദി കമ്പനിക്ക് ട്രേഡ് മാർക്ക് നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള PJ ജോൺസൺസ് ഫ്രൂട്ട് എന്ന ട്രേഡ് മാർക്ക് മുദ്രയുള്ള പ്ലാസ്റ്റിക് ട്രേ വാദി കമ്പനിയുടെ അനുവാദമില്ലാതെ ഇന്ത്യയിൽ മറ്റാർക്കും ഉപയോഗിക്കാൻ അനുവാദമില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കോടതി വാദി കമ്പനിയുടെ ട്രേഡ് മാർക്ക് മുദ്രയുള്ള പ്ലാസ്റ്റിക് ട്രേ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നത് കർശനമായി വിധിന്യായത്തിൽ വിലക്കിയിട്ടുണ്ട്. ഈ വിധി ഇന്ത്യയിൽ എല്ലായിടത്തും നിലനിൽക്കുന്നതാണ്. ട്രേഡ് മാർക്സ് ആക്ട് 1999 ചാപ്റ്റർ 12 സെക്ഷൻ 102, 103, 104, 12 സെഷൻ 102, 103, 104 എന്നിവ പ്രകാരം വാദി കമ്പനിയുടെ മുൻകൂർ അനുവാദമില്ലാതെ വാദി കമ്പനിയുടെ ട്രേഡ് മാർക്കോ ട്രേഡ് മാർക്ക് മുദ്ര പതിപ്പിച്ച പ്ലാസ്റ്റിക് ട്രേയോ ഉപയോഗിച്ചാൽ നിയമലംഘകർക്കെതിരെ കേസ് എടുക്കാവുന്നതാണ്. സെക്ഷൻ 1154 പ്രകാരം DYSP റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസർക്ക് അന്വേഷണം, സെർച്ച് എന്നിവ നടത്തി സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുവാനും കേസ് രജിസ്റ്റർ ചെയ്യുവാനും സാധ്യമാണ്. ട്രേഡ് മാർക്ക് ആക്ട് പ്രകാരം കുറ്റക്കാർക്കെതിരെ 3 വർഷം വരെ തടവും പിഴയും ശിക്ഷയായി നൽകാവുന്നതാണ്. വാദി കമ്പനിയുടെ ട്രേഡ് മാർക്കുള്ള പ്ലാസ്റ്റിക് ട്രേ വാദി കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മാത്രമായി ഉപയോഗിക്കേണ്ടതാണെന്നും ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കോടതി വ്യക്തമാക്കുന്നു. ഒന്നും വിസ്തരിക്കണമെന്നില്ല, വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ് ഇവിടെ കാണിച്ച ഓഡിയോ ക്ലിപ്പ്. എന്നാലും 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം. നമുക്കറിയാം, ഏതൊരു ബിസിനസിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മൂലധനത്തിനുള്ള പല വഴികളുള്ള ചോർച്ച ആ ബിസിനസ്സിനെ പലപ്പോഴും നല്ല തോതിൽ പ്രവർത്തിക്കുന്ന പല ബിസിനസ്സുകളിൽ പ്രതിസന്ധി എത്തിക്കാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ ട്രേഡ് മാർക്ക് ആക്ട് 1999 നിയമങ്ങളുടെ അപര്യാപ്തതയില്ല. ഇവിടെ ഓടി പറഞ്ഞ നമുക്ക് ഇന്ത്യയിലെ നിയമങ്ങളുടെ ഒന്നും അപര്യാപ്തതയില്ല. ആ നിയമങ്ങളുടെ നടപ്പിലാക്കുന്നത് ശരിയായ രീതിയിൽ പലപ്പോഴും ആകുന്നില്ലാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. ഇപ്പം ട്രേഡ് മാർക്ക് ആക്ട് 1999 പ്രകാരം ഒരു ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്ന ഒരാളുടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മാർക്ക് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് നിയമമുണ്ട്, 1999 വന്ന നിയമമാണ്. അത് ആരെങ്കിലും ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ അത് പ്രകാരമോ ഉപയോഗിക്കുന്നത് നിയമപ്രകാരം കുറ്റകരമാണ്. സെക്ഷൻ 103, 104, 105 പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. എന്നാൽ ഇത് പലപ്പോഴും ഒരു നിയമത്തിന്റെ പരിധിയിലേക്ക് ഒരിക്കലും ഈ ബിസിനസ്സുകാരത് കൊണ്ടുവരാറില്ല. പലപ്പോഴും പോലീസ്
പരാതിയായിട്ട് വന്നാൽ പോലും അവിടെ വെച്ച് പറഞ്ഞു തീരുന്ന ഒരു രീതികളൊക്കെയാണ് പലപ്പോഴും കാണുന്നത്. നിയമ ജുഡീഷ്യൽ സംവിധാനത്തിലേക്ക് പോകാറില്ല അതിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ SC/ST ആക്ട് മാത്രമാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ UAPA പോലുള്ള വളരെ ഗൗരവമുള്ള വലിയ കൂടിയ കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നിയമം ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ തന്നെ എൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അത് നിയമപരമായി ടേക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ കേസിൽ വളരെ ഉദാത്തമായ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. നിയമപരമായി ടേക്കപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു വർഷം 25,000 ട്രേ എന്ന് പറയുമ്പോൾ ഒരു ട്രേക്ക് ഇപ്പോൾ 400 രൂപ വെച്ച് പറയുമ്പോൾ 1 കോടി രൂപയോളം അതിൽ തന്നെ ലോസ് വരികയാണ്. അത് തീർച്ചയായിട്ടും തടയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള മാർഗങ്ങൾ നിയമപരമായ മാർഗങ്ങൾ കണ്ടെത്തും. നിയമം നമുക്കിവിടെ ഉണ്ട്. ആ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ കൂടുതൽ പോകുന്നില്ല. ഈ നിയമം നമുക്ക് നിലവിലുള്ളതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൂലധനത്തിലുള്ള ചോർച്ച തടയാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അടുത്തതായിട്ട് PJJ ചെയർമാൻ ക്ലബിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു PJJ ചെയർമാൻ ക്ലബ് എന്ന് പറയുന്നത്. PJJ ചെയർമാൻ ക്ലബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡീലേഴ്സും സപ്ലയേഴ്സിലും ഏറ്റവും ടോപ്പ് പെർഫോമൻസ് അർപ്പിക്കുന്ന ആൾക്കാർ കയറുന്ന ഒരു ക്ലബ്ബാണ്, ഒരു ടോപ്പ് ക്ലബ്ബാണ്. ഇതിന് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ഈ ഒരു ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നമ്മളുടെ ആ ഒരു ഫാമിലി മെമ്പേഴ്സിന് ടൂർസ് ഉണ്ട്, അബ്രോഡ് യാത്ര ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിരവധി ക്രൈറ്റീരിയകളും ഇതിലുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു PJJ ചെയർമാൻ ക്ലബ്ബ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു PJJ ചെയർമാൻ ക്ലബ്ബ് ഇപ്പോൾ ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഏറെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ശ്രീ N. രവി, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, സ്റ്റേറ്റ് കമാൻഡർ ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ്. ലെറ്റ്സ് ഹാവ് ദ റിമോട്ട്. സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് നമ്മുടെ ഏരിയയിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടിയിട്ട് ഓൺ ദ കൗണ്ട് ഡൗൺ ഓഫ് 5, 4, 3, 2, 1, ladies and gentlemen, officially inaugurating PJJ Chairman's Club. Neighbor of Mr. Johnson for the last 40 years. And Johnson's wife still lives next door to my house. So our friendship is so long. And we have a lot of consideration for the family. ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം തന്നെ കേട്ടിരുന്നു നമ്മുടെ ചെയർമാൻ സാറിന്റെ സ്പീച്ചിൽ നമുക്ക് ഓൺലൈൻ വഴി ഫ്രൂട്ട്സ് നൽകാനായിട്ടുള്ള ഒരു സൗകര്യം, ഒരു സർവീസ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു സന്തോഷവേളയിൽ. സോ നെക്സ്റ്റ് വി ഹാവ് ദ ലോഞ്ചിങ് ദ ബ്രാൻഡ് ലോഗോ ഓഫ് അവർ ഓൺലൈൻ ആപ്പ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ ഫ്രൂട്ട്സി INC കാനഡ
ശ്രീ റിതേഷ് മാലിക് ഓൺ സ്റ്റേജ്. 3, 2, 1, here we go. സോ ഓൺലൈൻ ആപ്പിന്റെ പേര് ഫ്രൂട്ട്ഫുൾ എന്നാണ്. നല്ലൊരു കൈ നൽകാൻ കാരണം ഈ ഒരു 40 വർഷത്തെ ആഘോഷത്തില് വലിയൊരു ഹാപ്പി ന്യൂസ് ആണ്. സർ, ഇഫ് യു കുഡ് സേ ഫ്യൂ വേർഡ്സ് ടു us. Good evening, everyone. I'm really happy to be here today from Canada. And PJJ to me is not just a business. It's an organization, it's a family which they have created. I mean, family of suppliers, family of customers, family of employees. I mean, it gives me a lot of happiness to see what PJJ is. I mean, there are not too many organizations which are like PJJ, and I really congratulate them for building an organization like this. Creating a family like this. I mean, we always see a lot of businesses all over the world, but this is more than a business. This is an organization, a family which everybody trusts, everybody takes care of each other, and we all should be very proud of what PJJ has achieved in 40 years, and I'm sure they will do immensely great work in times to come. Thank you so very much. എല്ലാ ഘട്ടത്തിലും അത് മറന്നു പോകാതെ കൈമുതലായി സൂക്ഷിക്കുന്ന അവരുടെ സ്നേഹബന്ധം, അതിനെല്ലാം ഭാഗമായി ഈ നാടിനും സമൂഹത്തിനും കൊടുത്ത നല്ല സേവനത്തെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളെവരെയും കാണുവാനും ഇതിൻ്റെ ഭാഗമാകുവാനും ഇവിടെ വരാനും കഴിഞ്ഞതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ സ്വീകരിക്കട്ടെ. നന്ദി, നമസ്കാരം. PJJ Fruits ഇന്റർനാഷണലിന്റെ 40 വർഷത്തിന്റെ വിജയാഘോഷ പരിപാടിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. താങ്ക് യു സോ മച്ച് എവരിവൺ. നമ്മുടെ CEO സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ, സപ്ലയേഴ്സും ഡീലേഴ്സും എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സപ്ലയേഴ്സിനും ഡീലേഴ്സിനും വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ എല്ലാവരും ഇത്രയും നേരം ആകാംക്ഷാഭരിതമായി കാത്തിരുന്ന ആ ഒരു നിമിഷം.
നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയങ്കരിയായ അവതാരകയായിട്ടും സിംഗറായിട്ടും ആക്ട്രസ് ആയിട്ടും നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് എന്റർടൈനർ എന്ന് തന്നെ പറയാം റിമി ടോമി ആൻഡ് ടീം ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലല്ല നല്ലൊരു കൈയടിയോടുകൂടി തന്നെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് റിമി ടോമി ആൻഡ് ടീം ഫോർ ദ മ്യൂസിക്കൽ എക്സ്ട്രാവഗൻസ. കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വിശക്കുകയല്ലേ അല്ലേ? ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഭക്ഷണം കഴിച്ച് കയറി വരുന്ന ബാക്കി എല്ലാവർക്കും സ്വാഗതം. ഇവിടെയുള്ളവർക്ക് അതിനേക്കാളും വലിയ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ആ, അതാരാ അയ്യാ പറഞ്ഞത്? അപ്പോൾ ഈ ഒന്നുകൂടെ എനർജിയായി. ഞാൻ ആകെ ഒരു തണുത്ത് ഞങ്ങളെല്ലാവരും 6 മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ നീണ്ടു പോയപ്പോഴത്തേക്കും പിന്നെ ആ ഒരു വിളിയിൽ വല്ലാത്തൊരു എനർജി എനിക്ക് കിട്ടി. അത് ആരാ ചേട്ടാ പറഞ്ഞത്? അത് ആരായിരുന്നു? അത് പേരെന്താ? ഷാരു. അദ്ദേഹത്തിന് വേണ്ടി ആയിക്കോട്ടെ എൻ്റെ ആദ്യത്തെ ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. PJJ ഫ്രൂട്ട്സ് 40 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള PJJ ഫ്രൂട്ട്സിൻ്റെ 40ാം ആനിവേഴ്സറി നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ അതിലേറെ സന്തോഷം എന്നോട് എൻ്റെ ബ്രദറാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ചേച്ചി പാലാക്കാരാണ് കൂടുതൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ നമ്മൾ ഒരു പാലാക്കാരിക്ക് ഒരു പ്രത്യേക സന്തോഷം വരാണ്ടിരിക്കും. പാലാക്കാരുള്ളവർക്ക് കൈയടിച്ച് നോക്കട്ടെ.